ആണവ നിലയങ്ങളുടെ പ്രധാന തുരങ്കത്തിന്റെ പാത മൊത്തം മണ്ണിട്ട് മൂടി ഇറാൻ. വല്ലാത്തൊരു ന്യൂസ് ആണല്ലേ? അതെ, വല്ലാത്തൊരു ന്യൂസാണ്. അതുകൊണ്ട് തന്നെ ഈ വല്ലാത്തൊരു ന്യൂസ് കേൾക്കണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു വല്ലാത്ത ലൈക്ക് ഇട്ട് തുടങ്ങിക്കോ. നമുക്ക് ഏതായാലും ഈ ന്യൂസിലോട്ട് പോവാം. ഇറാന്റെ ഇസ്ഫഹാനിലെ ആണവ നിലയങ്ങളുടെയൊക്കെ സ്റ്റാർട്ടിങ്, അതായത് തുരങ്കങ്ങളുടെ മുഖഭാഗം മണ്ണിട്ട് മൂടിയ നിലയിലായിട്ട് കാണപ്പെടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ദിവസം ചില സാറ്റലൈറ്റ് പിക്ചറിലൂടെയാണ് ഇത് ആളുകൾ കണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ സ്ഥലത്തെ പിക്ചറുകളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പല തുരങ്കങ്ങളുടെയും കവാടങ്ങൾ ഓപ്പൺ ആയിട്ടും, അല്ലെങ്കിൽ കഴിഞ്ഞ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റേഴ്സ് ബോംബുകൾ അവിടെ പൊളിച്ചതിന് ശേഷം അവിടെ വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് റീസ്ട്രക്ചറിങ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സാറ്റലൈറ്റ് ഫോട്ടോസും വന്നിരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഈ മുഖങ്ങളൊക്കെ മണ്ണിട്ട് മൂടിയതോ അല്ലെങ്കിൽ കോൺക്രീറ്റോ മറ്റെന്തോ ഒരു കാര്യങ്ങളിട്ട് മൂടി അവിടെ ഇല്ലാത്ത പോലെയുള്ള ചില പ്രതീകങ്ങളാട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ന്യൂസിലോട്ട് പോവാം. എന്താണെങ്കിലും ഇന്ന് യുദ്ധക്കൊതിനായിട്ടുള്ള നെതന്യാഹും അതുപോലെ തന്നെ തൻ്റെ വലിയേട്ടനായിട്ടുള്ള ട്രംപിന്റെ കൂടെ മീറ്റിംഗ് നടക്കാൻ പോവാണ്. ഈ മീറ്റിങ്ങിൻ്റെ ഒക്കെ മുന്നോടിയായിട്ട് ഇന്നലെ വന്ന ചില ന്യൂസുകൾ നമ്മൾ ഇന്നലെ പറഞ്ഞു, അതിൻ്റെ ബാക്കിയാണിത്. ഇസ്ഫഹാനിലുള്ള ആണവ നിലയുണ്ട്. ആണവ നിലയത്തിന്റെ തുരങ്കങ്ങളുടെ കവാടങ്ങളാണ് മണ്ണിട്ട് മൂടിയ നിലയിൽ കാണപ്പെട്ടിട്ടുള്ളത്. അത് സാറ്റലൈറ്റ് രൂപങ്ങളാണ്, മണ്ണോ അല്ലെങ്കിൽ മറ്റ് ചില വസ്തുക്കൾ വെച്ചിട്ടാണ് അത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഏതായാലും വാർത്തകൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഈ പിക്ചേഴ്സ് ഇതാണ്. ഇറാന്റെ ഇസ്ഫഹാനിലെ ആണവ നിലയത്തിലെ പ്രധാന തുരങ്ക കവാടങ്ങൾ മണ്ണുപയോഗിച്ച് മൂടുകയോ മാറ്റം വരുത്തുകയോ ചെയ്തതായിട്ടുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഇത് പ്രതിരോധ നടപടികളായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ഓൾറെഡി ഇപ്പം യുദ്ധം ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി യുദ്ധം വേണം എന്നും പറഞ്ഞിട്ടൊരാൾ ഒരു രാജ്യത്തിന്റെ യുദ്ധക്കൊതിനായിട്ടുള്ള തലവൻ അമേരിക്കയിലോട്ട് പോകുന്നു. അപ്പോൾ ഏത് നേരവും ഇനി അതൊരു യുദ്ധത്തിലോട്ട് മാറാം എന്നുള്ള ചില തീരുമാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രതിരോധ നടപടികൾ ഇവരുടെ സൈഡിൽ നിന്ന്, ഇറാന്റെ സൈഡിൽ നിന്ന് ഇവർ ചെയ്യുന്നത്. വ്യോമാക്രമണങ്ങളിൽ നിന്നോ മറ്റ് പ്രത്യേക സൈനിക നീക്കങ്ങളിൽ നിന്നോ നിലയത്തെ രക്ഷിക്കാനായിരിക്കും എന്നാണ് ഇത് വിദഗ്ധർ പറയുന്നത്. കാരണം ഇറാന്റെ കയ്യിൽ ഏകദേശം 60% സമ്പുഷ്ടീകരിച്ച് വെച്ചിട്ടുള്ള യുറേനിയം ഉണ്ട്. ഇനി അതിന്റെ നെക്സ്റ്റ് ലെവലിലോട്ടുള്ള സമ്പുഷ്ടീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആണവോർജം അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെയാണല്ലോ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും ഒക്കെ പറച്ചില്. അതിൽ ഇറാൻ സത്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഒരു ആണവോർജം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാം ഇറാന്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത എന്താണെന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ളൊരു സ്ഥലത്ത് ഇനിയും മറ്റൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ, അവിടെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഫലം ഇല്ലാണ്ടാവും. ഇനി അതെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അതൊക്കെ ഇറാന്റെ ഇന്റലിജൻസ് ആണ്. അതൊക്കെ അവർ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്തായിരിക്കും അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതായാലും പൊട്ടിത്തെറിക്കാത്ത ബോംബുകളുടെ കഥ നിങ്ങൾക്കറിയാലോ. 2025 ജൂണിലെ സംഘർഷത്തിൽ അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ള ബോംബുകൾ നിലത്ത് പല സ്ഥലത്തും ചില ബോംബുകൾ ഇപ്പോഴും പൊട്ടാണ്ട് കിടക്കുന്നുണ്ട്. അതിന്റെ റിവേഴ്സ് മെക്കാനിസം കണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ബോംബ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഇറാൻ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ചില ക്ലെയിമുകളൊക്കെ വന്നിട്ടുണ്ട്. അത് വെച്ച് ബോംബ് ഉണ്ടാക്കിയെന്നല്ല, പക്ഷെ അതിന്റെ റിവേഴ്സ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് ആ ബോംബുകൾ ഉണ്ടാക്കിയിട്ടുള്ള മെക്കാനിസം അവർ പഠിച്ചെടുത്തിട്ടുണ്ട്. ചില ഇറാൻ മാധ്യമങ്ങളിനെ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഇറാനാണ് അത് ചെയ്യും. കാരണം ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് സാമ്പത്തികമായിട്ടോ സാമ്പത്തിക ഉപരോധമുണ്ട്, മറ്റെല്ലാ വാണിജ്യ ഉപരോധത്തിലൊക്കെ കഴിയുന്ന ഒരു രാജ്യം കഴിഞ്ഞ 40 വർഷത്തിൻ്റെ ഇടയിൽ ഇത്രയധികം മിസൈലുകളും, അതിൽ അമേരിക്കക്കും ഇസ്രായേലിന് പോലും വെല്ലുന്ന രീതിയിലുള്ള മിസൈലുകൾ അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഡ്രോണുകൾ അവരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു കുറഞ്ഞ സ്ഥലത്ത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് സാധനങ്ങൾ, അതായത് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് പോലും കിട്ടാത്തൊരു സ്ഥലത്ത് നിന്ന് അവർ ഇത്രയും വലിയ ഒരു മിസൈൽ സിറ്റി പണിതു. ഇസ്രായേൽ പോലത്തെ രാജ്യം എന്താ പറയുക, കംപ്ലീറ്റ് സൈനിക സന്നാഹങ്ങളുമായിട്ട് അവർ ആക്രമിക്കാൻ വന്ന സമയത്ത് തിരിച്ച് 600ഓളം മിസൈലുകൾ അവിടെ കൊണ്ടിടാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു തല എത്രയായിരിക്കും? നമ്മൾ ഇസ്രായേലികൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്, അതുകൊണ്ടാണ് അമേരിക്ക അവരെ പിടിച്ച് നിൽക്കുന്നതൊക്കെ പറയും. പക്ഷെ അവരെക്കാൾ തലയുള്ളവരാണ് ഇറാനികൾ. നമ്മൾ ചിന്തിക്കണം. ഒരു സപ്പോർട്ടും കാശും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഈ അവസ്ഥയിലോട്ട് അവർക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ തല ഭയങ്കരമായിരിക്കും. അതാണ് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം. നമ്മുടെ വിശ്വഗുരു 56 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56 ഇഞ്ച് പോലും തികച്ചെടുക്കാനില്ലാത്ത ഹൈറ്റാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. പാർലമെന്റ് പോകാൻ വരെ പേടിയില്ല. 56 ഇഞ്ചാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് വിട്. അപ്പം യഥാർത്ഥ 56 ഇഞ്ച് അല്ല, 56 അല്ല, വേണമെങ്കിൽ 66 കൂട്ടാൻ പറ്റും നമുക്ക് ഇറാന്റെ പരമോന്നത നേതാക്കളെ. തീർച്ചയായിട്ടും നമുക്ക് പറ്റും. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെ പൊട്ടിത്തെറിക്കാത്ത ബോംബുകൾ 2025 ജൂണിൽ നമുക്കറിയാം സംഘർഷത്തിൽ അമേരിക്കയുടെ പ്രയോഗിച്ച ബോംബുകൾ നിലത്ത് സമീപത്ത് പൊട്ടിത്തെറിക്കാതെ കിടപ്പുണ്ടെന്നും ഇത് പരിശോധനകൾ തടസ്സമാകാം, മറ്റു രീതിയിലുള്ള പരിശോധനകൾക്ക് അവിടെ, അതായത് അവിടെ അവർ തകർത്ത പല ഏരിയകൾക്കും ഇവർക്ക് പരിശോധിക്കാൻ
പോലും ഈ ബോംബുകൾ തടസ്സമാകും എന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. അതിൽ ചില ബോംബുകൾ അവർ റിവേഴ്സ് മെക്കാനിസം എടുത്തു, മറ്റു ചില ബോംബുകൾ ഇപ്പോഴും അവർക്ക് തടസ്സമായിട്ട് അവിടെ ഉണ്ട് എന്നുള്ള എന്താ പറയുക ഒരു സൈനിക സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവരിപ്പം പുറത്തോട്ട് പറയുന്നത്. ഇനി ഒമാനിലെ ചർച്ച നമുക്കറിയാം ഫെബ്രുവരി 6 തീയതി മുതൽ ചർച്ച നടക്കുന്നുണ്ട്. ചർച്ച നടന്നു, ആ ചർച്ച എവിടെയും എത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. ഇനി നെക്സ്റ്റ് ചർച്ചയിലോട്ട് പോകുന്നതിന് മുമ്പാണ് ഇപ്പം നെതന്യാഹു ട്രംപിന്റെ ചർച്ച വരുന്നത്. ഇതോടുകൂടി ഇന്നത്തോടുകൂടി നമുക്കൊരു തീരുമാനം അറിയാം, ഇത് യുദ്ധത്തിലേക്കാണോ യഥാർത്ഥത്തിൽ കിടക്കുന്നത്, അത് മറ്റു വല്ല ചതികളും ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇറാനും അമേരിക്കയും പുതിയ വല്ല തന്ത്രങ്ങളും എടുക്കുമോ എന്നൊക്കെ ഉള്ളത് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. ഏതായാലും യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ ഇന്നലെ ഇറാന്റെ വക്താവ് വളരെ വ്യക്തമായിട്ട് വന്ന് ഇന്നലെ പുള്ളി ഒരു പ്രസ് കോൺഫറൻസിൽ പുള്ളി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് വളരെ സിമ്പിളാണ്. അതായത് ഞങ്ങൾ യുറേനിയം എൻറിച്ച്മെന്റ് ഞങ്ങൾ ചെയ്യും, ഞങ്ങളിപ്പോൾ 60 എത്തിയിട്ടുണ്ട്, ഞങ്ങളത് കംപ്ലീറ്റ്ലി ഞങ്ങൾ ചെയ്യും. ഒരു ആണവ ആയുധം ഉണ്ടാക്കുകയോ ഇല്ലെന്നൊന്നുമില്ല, അതും ഞങ്ങൾ ഉണ്ടാക്കാൻ പ്ലാൻ ഇല്ല, പക്ഷെ ഞങ്ങളത് ചെയ്യും. ഇനി നിങ്ങൾ പറയുന്ന പോലെ മിസൈൽ ഉണ്ടാക്കാണ്ടിരിക്കാൻ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഞങ്ങൾ മിസൈൽസ് ഉണ്ടാക്കും. പിന്നെ റെജീം ചേഞ്ചിന്റെ കാര്യങ്ങൾ, ഇവിടെ റെജീം ചേഞ്ചിന് നിങ്ങൾ ആരെ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് തിരിച്ചയച്ചിരിക്കും. ഏത് ലോകത്തേക്കാണല്ലോ ആ ലോകത്തിലൂടെ ഞങ്ങൾ തിരിച്ചയച്ചിരിക്കും. ഇനി ഇവിടുത്തെ ആളുകളുടെ സമാധാന സന്തോഷം അത് ഞങ്ങൾ നോക്കിക്കോളാം, അതിന് നിങ്ങളുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ളൊരു മുന്നറിയിപ്പാണ് കൊടുത്തത്. മാത്രമല്ല ഇനി അമേരിക്ക ചെയ്യരുത്, നിങ്ങൾ യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഞങ്ങളത് കേൾക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യാം, ഞങ്ങളുടെ അടുത്തുള്ള എല്ലാം ഡൈല്യൂട്ട് ചെയ്തോളാം എന്ന് നിങ്ങൾ പറയാം. പക്ഷേ ഞങ്ങളുടെ മേലുള്ള ഉപരോധങ്ങൾ, സാമ്പത്തിക ഉപരോധങ്ങൾ, വാണിജ്യ ഉപരോധങ്ങൾ, ഈ ഉപരോധങ്ങൾ 40 വർഷമായിട്ട് അമേരിക്ക വെച്ചിട്ടുള്ള ഉപരോധങ്ങൾ നിങ്ങൾ മാറ്റിത്തരണം. അത് മാറ്റുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ പരിപാടി നിർത്തും. ഈ ഉപരോധങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഇറാൻ പിന്നെ റിച്ചാണ്. ഇത്രയും ഉപരോധങ്ങൾ ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ ലോകത്തിലെ രണ്ടാമത്തെ തന്നെ ഏറ്റവും കൂടുതൽ പെട്രോളും കയ്യിലുള്ള മനുഷ്യന്മാരാ. ഈ ഒരു ഉപരോധങ്ങൾ മാറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇവരാണ് പിന്നെ റിച്ച്, പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ. അത് കണ്ടതുകൊണ്ടും അത് പേടിയുള്ളത് കൊണ്ടും തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഈ വാലുമ പിടിച്ച് കടിച്ച് നോക്കിക്കണത്. ഈ നായിൻ്റെ മക്കളെ പോലെ നായ്ക്കൾ അങ്ങനെയുള്ളൂ, വാല് കടിച്ച് നടക്കും. ആ അവസ്ഥയിൽ ഇവന്മാർ നിൽക്കുന്നത് ഈ കാരണം കൊണ്ടാണ്, ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഉപരോധങ്ങളൊക്കെ മാറ്റിത്തരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ യുറേനിയം എൻറിച്ച്മെന്റും കാര്യങ്ങളും ഈ ആണവ പദ്ധതികളൊക്കെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തോളാം എന്ന് പുള്ളി ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് താക്കിയതൊന്നുമില്ല, ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയാന്നേ ഉള്ളൂ. അല്ലാണ്ട് അമേരിക്കക്കാരെ പോലെ ഇസ്രായേൽ എന്ത് പറയുന്നു അതിനനുസരിച്ച് കേൾക്കാം, അല്ലെങ്കിൽ ഇസ്രായേലുകളെ പോലെ അമേരിക്കന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്യും എന്ന് പറയുന്ന ഈ തേർഡ് റേറ്റ് പരിപാടികളല്ല ഇറാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാനുള്ളതൊക്കെ മുഖത്ത് നോക്കി വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറയണം. അല്ലാണ്ട് 2 തോണിയിൽ കാലിട്ടെ റഷ്യയിലും അല്ലെങ്കിൽ എന്താ പറയുക അമേരിക്കൻ്റെയും തോണിയിൽ കാലിട്ട് അവസാനം പൊളന്നിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ നമ്മുടെ നാട്ടിലും 56 ഇഞ്ച്, അതുപോലല്ല ഓരോ കാര്യങ്ങളും പറയുന്നത് എന്നുള്ള ചിന്തിച്ചാൽ മതി. അപ്പം ഇതാണ് നടക്കുന്നത്. അതേ സ്ഥാനത്ത് തന്നെ അമേരിക്കയുടെ സൈനിക ബേസുകളൊക്കെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. F-35 പോലുള്ള വിമാനങ്ങൾ സകല സ്ഥലങ്ങളിലും അവർ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അർമേഡ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒരു കോള് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇറാനെ ഒരു യുദ്ധത്തിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇറാൻ ഏത് സൈഡിൽ നിന്നും അടിക്കും, അത് ഉറപ്പാണ്. ഇറാന്റെ ചുറ്റിലും കൂടി നിന്ന് അവിടെ അറബ് കൺട്രീസും അവിടെ GCC ഒന്നുമില്ല, അവന്മാരൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുന്ന സമയത്ത് അമേരിക്ക ഇസ്രായേൽ അടിക്കാനുള്ളത് അടിക്കും. തിരിച്ച് ഇറാൻ ഈ പറഞ്ഞ സ്ഥലത്ത് ഒന്നെങ്കിൽ ഒരു ബോംബെങ്കിൽ ഈ പറഞ്ഞ എല്ലാ രാജ്യത്തും ഇവന്മാർ പൊട്ടിച്ചിരിക്കും. അതോടുകൂടി മൊത്തം നമ്മളടക്കം, പ്രവാസികളടക്കം, നമ്മളടക്കം, ആ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളടക്കം എല്ലാവർക്കും അത് ഫിസിക്കലി, മെന്റലി, ഫിനാൻഷ്യലി കംപ്ലീറ്റ്ലി ലോകത്തിൽ ഒരു സ്തംഭനം അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടാകും. മറ്റൊരു യുദ്ധം പെട്ടെന്ന് അടിച്ചിടാൻ പറ്റുന്ന രാജ്യമല്ലേ ഇറാൻ. അത്രയും ആയുധങ്ങൾ കയ്യിലുള്ള രാജ്യമാണ്. ഒന്നെങ്കിൽ ഒന്ന് വെച്ച് പൊട്ടിച്ച് കഴിഞ്ഞാലേ അതൊരു സുഖമുള്ള കാര്യമായിരിക്കില്ല. പറഞ്ഞ പോലെ യുദ്ധം ഒന്നിനൊരു പരിഹാരമൊന്നുമല്ല. പക്ഷേ അങ്ങോട്ട് എത്തിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ നേരിടേണ്ടി വരുന്നത്. മണ്ണിനോ അല്ലെങ്കിൽ പെണ്ണിനോ ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണല്ലേ നമ്മൾ എപ്സ്റ്റീൻ ഫയൽ കണ്ടതും ഇത് തന്നെയാണ്. പെണ്ണിന് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, ഇവിടെ പെട്രോളിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഇവിടെ അല്ലെങ്കിൽ എന്താ പറയുക മണ്ണിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഇതിനൊക്കെ തന്നെയാണ് യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും യുദ്ധം ഉണ്ടാവാണ്ടിരിക്കട്ടെ, വരുന്ന ചർച്ചകളൊക്കെ നല്ലപോലെ നടക്കട്ടെ എന്ന് നമുക്ക് എന്താ പറയുക ആശംസിക്കുക അല്ലേ.